Hi my dear students, welcome to our class. So നമ്മൾ ഇന്ന് പഠിക്കുന്നത് MS Wordൽ എങ്ങനെ ഷേപ്പ് ആഡ് ചെയ്യാനുള്ള ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ അതിനു വേണ്ടി ആദ്യം MS Word നമ്മൾ ഓപ്പൺ ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. സോ ഇതിലിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷേപ്പ് എങ്ങനെ ആഡ് ചെയ്യാം, അതിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ ബോർഡർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സോ ആദ്യം നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യണം. നമ്മളുടെ ഈ മൗസ് പോയിൻ്റർ കണ്ടില്ലേ, അത് കേഴ്സറാണ്. സോ അത് നമ്മളുടെ ബ്ലാങ്ക് ഡോക്യുമെൻറ്റിൽ കൊണ്ടുപോയി വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു പുതിയ പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇത് കണ്ടില്ലേ, നമുക്ക് പുതിയൊരു പേജ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്കതിനെ ചെറുതാക്കാം, വലുതാക്കാം, അതൊക്കെ നമുക്കങ്ങനെ ചെയ്യാം. നമ്മളുടെ ഇഷ്ടം പോലെ നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒത്തിരി ടാബുകൾ കാണാം. ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡ്രോ, ഡിസൈൻ, ലേഔട്ട്, റെഫറൻസസ്, മെയിലിംഗ്, റിവ്യൂ, വ്യൂ, ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടാബ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ആ ടാബുകൾ നമുക്ക് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫയൽ ടാബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ വന്നിട്ടുള്ളത് ഹോം ടാബാണ്. അത് ഓട്ടോമാറ്റിക്കലി ഹോം ടാബിലോട്ട് പോയിട്ടുണ്ടാവും. സോ ഇതാണ് നമ്മളുടെ ടാബിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഷേപ്പാണ്. ആ ഷേപ്പ് ഉള്ളത് എവിടെയാണ്? ഹോമിൻ്റെ തൊട്ടടുത്തുള്ള ഇൻസേർട്ട് എന്നുള്ള ടാബിലാണ് ഈ ഷേപ്പ് എന്നുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മളതിനെ കേഴ്സർ കൊണ്ടുപോയി വെച്ചു, സിംഗിൾ ക്ലിക്ക് കൊടുത്തു. കണ്ടല്ലോ, നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് പല കാറ്റഗറിയിലായിട്ട് വേറെ ആയിട്ട് നമുക്കവിടെ വെച്ചിട്ട് കാണാം. അതായത് പല കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം. അതായത് പേജസ്, ടേബിൾസ്, ഇല്ലസ്ട്രേഷൻസ്, മീഡിയാസ്, ലിങ്ക്സ്, കോമെൻറ്റ്സ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, സിമ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറി നമുക്ക് കാണാം. നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് ഷേപ്സ് ആണല്ലോ. അപ്പോൾ ഷേപ്സ് ഉള്ളത് എവിടെയാണ്? ഇല്ലസ്ട്രേഷൻസ് എന്നുള്ള കാറ്റഗറിയിലാണ്. അവിടെ നമുക്ക് ഷേപ്സ് എന്ന് കാണാം. അതിൽ നമ്മൾ മൗസിൻ്റെ പോയിൻ്ററിനെ ഷേപ്പിലോട്ട് കൊണ്ടുവെക്കുക. അതിനുശേഷം സിംഗിൾ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, നമ്മൾ സിംഗിൾ ക്ലിക്ക് കൊടുത്തു. കണ്ടോ, ഒത്തിരി ഷേപ്സാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പാണ്. സോ നമ്മളത് റെക്റ്റാങ്കുലർ ഷേപ്പിൽ കൊണ്ടുപോയി വെച്ചു. സിംഗിൾ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, നമ്മൾ സിംഗിൾ ക്ലിക്ക് കൊടുത്തു. ഇനി നമുക്കിത് സെലക്റ്റായി എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ കേഴ്സറിനെ പേജിലോട്ട് കൊണ്ടുപോയി വെച്ചപ്പം നമുക്കൊരു പ്ലസ് ഐക്കൺ കാണാം. ഈ പ്ലസ് ഐക്കൺ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത ഷേപ്പ് അവിടെ സെലക്റ്റഡ് ആയി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ആ ഷേപ്പ് നമ്മളുടെ പേജിലോട്ട് ആഡ് ചെയ്യണ്ടേ? സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ മൗസിനെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഷേപ്പ് നമ്മളുടെ പേജിലോട്ട് വരും. നമുക്കത് ചെയ്ത് നോക്കാം. മൗസിൽ ലെഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം മൗസ് മെല്ലെ അങ്ങ് നമുക്കൊരു മൂവ് ചെയ്യാം. കണ്ടല്ലോ, നമ്മളുടെ ഷേപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ റെക്റ്റാങ്കുലർ ഷേപ്പ് അവിടെ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാ? ഇൻസേർട്ടിൽ പോവുക. ഷേപ്സ് സെലക്ട് ചെയ്തു. റെക്റ്റാങ്കുലർ ഷേപ്പാണ് സെലക്ട് ചെയ്തത്. പ്ലസ് ഐക്കൺ വന്നു. മൗസിൻ്റെ ലെഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണേ. പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് മൂവ് ചെയ്തപ്പം നമുക്ക് ഷേപ്പ് കിട്ടും. ഓക്കെ, നമ്മളുടെ ഷേപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ, നമ്മളുടെ ടാബിൽ എക്സ്ട്രാ ഒരു ടാബ് വന്നിട്ടുണ്ട്. അതെന്താ? ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു ടാബ് അവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഷേപ്പിനെ കളർ ചേഞ്ച് ചെയ്യാനും സൈസ് ചേഞ്ച് ചെയ്യാനും ബോർഡർ ചേഞ്ച് ചെയ്യാനും അതിൻ്റെ ഷേപ്സിൻ്റെ വല്ല എഫക്റ്റും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടാബാണ് ഷേപ്പ് ഫോർമാറ്റ്. അതവിടെ ഫോർമായിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഷേപ്പ് ഫോർമാറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ
അപ്പോൾ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഷേപ്പ് ഫില്ലെന്ന് പറയുന്ന ഒരു ഓപ്ഷന് കഴ്സർ കൊണ്ടുപോയി വെച്ചത് സിംഗിൾ ക്ലിക്ക് കൊടുത്ത് സെലക്ട് ചെയ്യണം. ഓക്കെ, നമ്മളത് സെലക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒത്തിരി കളർ കാണാം. നമ്മൾ കഴ്സർ ജസ്റ്റ് അതിൻ്റെ അടുത്ത് ഓടിച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്കിവിടെ കളർ ചേഞ്ച് ആവുന്നതൊക്കെ കാണാൻ പറ്റും. കണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഞാനൊരു കളർ സെലക്ട് ചെയ്യാണ്. ഒരു യെല്ലോയിഷ് കളർ ഞാനൊന്ന് സെലക്ട് ചെയ്യാണ്. ഇതാ എൻ്റെ കളർ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത കളർ അവിടെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ? ഇനി നമ്മൾ സൂം ചെയ്താൽ ഇവിടെ ഒരു ബോർഡർ കാണാം അല്ലേ? പക്ഷേ ഈ ബോർഡറിൽ നമ്മൾ കളറൊന്നും എഫക്റ്റ് ആയിട്ടില്ല. അത് ഓൾറെഡി ബ്ലാക്ക് ആയിരുന്നു, ഇപ്പോഴും അത് ബ്ലാക്ക് തന്നെയാണ്. സോ അതിൻ്റെ കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷേപ്പ് ഫില്ലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷേപ്പ് ഔട്ട്ലൈനിൽ കാണാം. അത് സെലക്ട് ചെയ്താൽ കണ്ടല്ലോ കളർ ചേഞ്ച് ആവുന്നത് കണ്ടോ? ഇതുപോലെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു റെഡ് കളറോ മറ്റോ കൊടുക്കുകയാണ്. ഓക്കെ, റെഡ് കളർ സെലക്ട് ചെയ്തു. കണ്ടല്ലോ, എൻ്റെ ബോർഡറിന് റെഡ് കളർ വന്നു. ഇതുപോലെയാണ് നമ്മൾ കളറിന് ഷേപ്പിന് കളർ കൊടുക്കുന്നതും ബോർഡറിന് കളർ കൊടുക്കുന്നതും ഇങ്ങനെയാണ്. നമുക്കേ അതിൻ്റെ വെയിറ്റ് ഒന്ന് കൂട്ടിയാലോ? നമ്മൾ ഷേപ്പ് ഔട്ട്ലൈനിൽ പോവുക, വെയിറ്റ് കൂട്ടാം. നമുക്ക് ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ അത്രയും കാണുന്നില്ലല്ലേ? അപ്പോൾ നമുക്കതിൻ്റെ വെയിറ്റ് കൂട്ടാം. അതിന് വേണ്ടിയിട്ട് ഷേപ്പ് ഔട്ട്ലൈനിൽ പോയി വെയിറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് എത്ര വെയിറ്റ് ആണോ വേണ്ടത് അത് കൊടുക്കുക. ഞാനൊരു 3 കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഞാൻ കൊടുത്ത റെഡ് കളറും അവിടെ വന്നിട്ടുണ്ട്. ഷേപ്പിൻ്റെ ഔട്ട്ലൈനും കുറച്ച് കട്ടി കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കഴ്സർ ലാസ്റ്റ് കാണുന്ന ആ പോയിൻറ്റിലോട്ട് കൊണ്ടുപോയി വെക്കുമ്പം ഡബിൾ ആരോ കാണാം. നമ്മൾ മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മൗസിനെ മൂവ് ചെയ്താൽ കണ്ടോ ഇതുപോലെ നമുക്ക് ചെറുതും വലുതൊക്കെ ആക്കാൻ പറ്റും. നമുക്കിഷ്ടമുള്ള ഷേപ്പിലോട്ട് ഇതിനെ മാറ്റാൻ പറ്റും കേട്ടോ. ഇനി എനിക്ക് വേറെ ഷേപ്പ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്കതിനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാലും നമ്മൾ വീണ്ടും പഴയ മെത്തേഡ് തന്നെ ചെയ്യാണ്. ഇൻസേർട്ടിൽ പോവുക, എന്നിട്ട് അവിടെ ഷേപ്സ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു സർക്കിൾ ഷേപ്പ് സെലക്ട് ചെയ്തു. നമുക്ക് പ്ലസ് ഐക്കൺ വന്നു. മൗസിന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് നമ്മൾ മൗസ് ഡ്രാഗ് ചെയ്തു. അപ്പോൾ നമുക്ക് ഷേപ്പ് വന്നു. ഇതുപോലെ നമ്മളിപ്പം 2 ഷേപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സിമ്പിൾ മെത്തേഡിൽ ഷേപ്പ് ആഡ് ചെയ്യുന്നത് പഠിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മഗ് ക്രിയേഷൻ പഠിക്കുന്നത്. മഗ് ക്രിയേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ഐ ഹോപ്പ് മൈ സ്റ്റുഡൻസ് എൻജോയ്ഡ് മൈ ക്ലാസ്. സോ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ.